بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ابن عباس رضي الله عنه പറയുന്നു أن النبي صلى الله عليه وسلم سأل أهل قباء. صلى الله عليه وسلم ഒരിക്കൽ ഖുബായിലെ ആളുകളോട് ചോദിച്ചു. فقالوا അപ്പോൾ അവർ പറഞ്ഞു إنا نتبع الحجارة الماء. صلى الله عليه وسلم അവരോട് ചോദിച്ചത് എന്താണെന്നാൽ, ഖുബാ നമുക്കറിയാം മദീനയിലെ പ്രസിദ്ധമായ പള്ളിയുള്ള സ്ഥലമാണ് ഖുബ. ആ പള്ളിയെ കുറിച്ച് സൂറത്തു തൗബയിൽ, സൂറത്തു ബറാഅ, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 108-ാമത്തെ ആയത്തിൽ, മുനാഫിഖുകൾ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു, മസ്ജിദു ളറാർ, ദ്രോഹത്തിന്റെ പള്ളി എന്നാണ് അള്ളാഹു അതിനെ പേര് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ അവർ ക്ഷണിച്ചിരുന്നു. മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് അവർ ആ പള്ളി ഉണ്ടാക്കിയത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, ലാ തഖും ഫീഹി അബദ, നീ അതിൽ നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ലമസ്ജിദുൻ, ഒരു പള്ളി, ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മുകളിൽ അസാസ് അഥവാ തഖ്വയുടെ മുകളിൽ കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ള, അതിന്റെ അസാസ് അടിത്തറ തഖ്വയാണ്. തഖ്വയുടെ മുകളിൽ ഉയർത്തപ്പെട്ട പള്ളി, മിൻ അവ്വൽ യൗമിൻ, അത് നിർമ്മിച്ച ഒന്നാമത്തെ ദിവസം മുതൽ, അങ്ങനെയാണ് ആ പള്ളി. ആ പള്ളിയാണ് അഹഖു അൻ തഖൂമ ഫീഹ്, നീ നിസ്കരിക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ള പള്ളി. ഇത് ഏത് പള്ളിയെ കുറിച്ചാണ്? ഖുബായിലെ പള്ളിയെ കുറിച്ചാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച പള്ളി ഖുബായിലെ പള്ളിയാണ്. പിന്നീടാണ് അൽ മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നത്. ഫീഹി റിജാലുൻ, എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫീഹി, ആ പള്ളിയിലുണ്ട്, അഥവാ ഖുബായിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട്, റിജാലുൻ, ചില ആളുകൾ, യുഹിബ്ബൂന അൻ യതതഹറൂ, അവർ ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, ശുദ്ധിയോടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അള്ളാഹു ശുദ്ധിയോടെ ഇരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ ശുദ്ധി? ഒന്ന്, ഉള്ളിലുള്ള വൃത്തികേടുകളിൽ നിന്നുള്ള ശുദ്ധിയാണ്. ശിർക്കും കുഫറും നിഫാഖും പോലെയുള്ള ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ഖൽബ് ശുദ്ധീകരിച്ചവരാണവർ. അതുപോലെ പിന്നെന്ത് ശുദ്ധിയാണ് അവർക്ക് കൂടുതലായി ഉള്ളത്? അള്ളാഹു അവരുടെ ശുദ്ധി ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറൂ, അവിടെ ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അള്ളാഹു ശുദ്ധി ആകുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഉള്ളും പുറവും ശുദ്ധിയാക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബല്ലാതെ അറിയില്ലല്ലോ, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ അറിയുകയില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അള്ളാഹു പറഞ്ഞു, ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒരാളും തന്നെ ഗൈബ് അറിയുകയില്ല. നബിമാർക്ക് അറിയാവുന്നത് അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ ആളുകളോട് ചോദിച്ചു, എന്തേ അള്ളാഹു നിങ്ങളെ കുറിച്ച് ഈ ശുദ്ധിയുടെ കാര്യം പ്രത്യേകം പറയാൻ കാരണം, അള്ളാഹു നിങ്ങളെ പുകഴ്ത്തി പറയാൻ കാരണം എന്താണ്? ഫഖാലു, അപ്പോൾ ഖുബായിൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു, ഇന്നാ നുത്ബിഉൽ ഹിജാറത അൽമാ, ഇന്നാ നുത്ബിഉൽ ഹിജാറത അൽമാ, ഞങ്ങൾ കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയാൽ അത് കൂടാതെ വെള്ളം കൊണ്ടുകൂടി ശുദ്ധിയാക്കും.
കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയാൽ യക്ഫി, അത് തന്നെ മതി. പക്ഷെ ഞങ്ങൾ കല്ലുകൊണ്ട് ശുദ്ധിയാക്കിയാൽ ഞങ്ങൾ അതിൽ നിർത്തുകയില്ല. വെള്ളം അതിന്റെ പിന്നാലെ വെള്ളം കൊണ്ടുകൂടി ശുദ്ധിയാക്കും. അവരുടെ ഈ സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പോ പരമാവധി ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ, അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തൗബ ഉള്ളു ശുദ്ധീകരിക്കാനാണ്. വുദൂഉം കുളിയൊക്കെ പുറമേക്കുള്ള ശരീരം ശുദ്ധീകരിക്കണം. രണ്ടും മഹ്മൂദായ പ്രവർത്തനങ്ങളാണ്, പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. ഇനി ബുലൂഗുൽ മറാമിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത് അടുത്ത ബാബ്. ഇതുവരെ നമ്മൾ ആദാബു ഖദാഇൽ ഹാജ എന്ന ബാബാണ് വായിച്ചത്. അതിലെ ദഅഫുള്ള ഹദീസുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അഥവാ ചില ദുർബലതകളുള്ള ഹദീസുകൾ. അടുത്ത ബാബ് ബാബുൽ ഗുസ്ൽ, കുളിയുടെ അധ്യായം. വഹുക്മിൽ ജുനൂബ്, ജനാബത്തുകാരന്റെ ചില വിധികളും ഇതാണ്. അതിൽ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ആദ്യം. ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയവർ റിവായത്ത് ചെയ്ത ഹദീസാണ്. അബീ സഈദുൽ ഖുദ്രി ഖാൽ قال رسول الله صلى الله عليه وسلم الماء من الماء الماء من الماء. ഇതാണ് ഹദീസ്. പെട്ടെന്ന് പഠിക്കാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഉ മിനൽ മാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗിയുള്ള പ്രയോഗങ്ങളിൽപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇതിന് അറബിയിൽ ജിനാസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വെള്ളം എന്നാണ് ഇതിന്റെ അർത്ഥം. അൽ മാഉ മിനൽ മാ. പക്ഷെ ഇതിൽ പറഞ്ഞ രണ്ട് മാവും ഒന്നല്ല, വാക്കൊന്നാണ്, പക്ഷെ രണ്ടും അർത്ഥം വേറെ. അതിന് ജിനാസ് എന്ന് പറയും. ഭാഷയിൽ ഒരു പ്രയോഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഫിഖഹിന്റെ കിതാബുകളിലെല്ലാം പറയപ്പെടുന്ന ഒരു ഹദീസാണ്. അൽ മാഉ മിനൽ മാ, വെള്ളത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം കുളി നിർബന്ധമാക്കുന്നത് ഒരു മനുഷ്യന്റെ മാ അഥവാ മനി അയാളുടെ ശരീരത്തിൽ നിന്ന് വന്നാലാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മാഉ മിനൽ മാ, കുളി നിർബന്ധമാക്കുന്നത് ഈ മാ അഥവാ മനി വന്നാലാണ്. ഒന്നാമത്തെ മാന്റെ ഉദ്ദേശം കുളിയാണ്, വെള്ളം. മിനൽ മാ, അത് മനിയാണ് ഉദ്ദേശം. ആ മാ വന്നാൽ ഈ മാ ഉപയോഗിക്കണം എന്ന്. എന്താണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അതായത് ഒരു മനുഷ്യന്റെ കുളി മുറിയുന്ന അഥവാ അവൻ വലിയ അശുദ്ധിക്കാരനാകുന്ന കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് അവനിൽ നിന്ന് മനി പുറപ്പെടുക എന്നത്. അത് അവൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടായാലും, അവന്റെ ഭാര്യയുമായി അള്ളാഹു അനുവദിച്ചിട്ടുള്ള സ്ത്രീയുമായി അവൻ ബന്ധപ്പെട്ടിട്ടായാലും, അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടായാലും. ഇപ്പോ ചിലപ്പോ ഇഹ്തിലാം മനുഷ്യനുണ്ടാകും. ഇഹ്തിലാം എന്നാൽ ഉറക്കത്തിൽ മനി പോവുക എന്നത്. ഇനി അതല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഹറാമായ വല്ലതും ആരെങ്കിലും ചെയ്താൽ, സ്വയം ഭോഗം പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അങ്ങനെ സംഭവിച്ച് ഒരാൾക്ക് മനി വന്നാലും അവന് കുളി നിർബന്ധമാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അൽ മാഉ മിനൽ മാ. പക്ഷെ ഇവിടെ മാ കൊണ്ട് ഉദ്ദേശം അൽ മാ അദ്ദാഫിഖ് എന്ന മാ ആണ്. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യൻ എന്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു മായിൽ നിന്നാണ്. ആ മാ ആണ് മനി. അഥവാ അത് ഗാലിബൻ പൊതുവെ തെറിച്ചു വീഴുകയാണ് ചെയ്യുക.
അതുപോലെ ശഹ്വത്ത് കൊണ്ടാണ് അതുണ്ടാവുക. അഥവാ ഒരു ശാരീരികമായ സുഖം അനുഭവപ്പെടുന്നതോടൊപ്പമാണ് ആ മനി പുറത്തേക്ക് വരിക. അങ്ങനെ വരുന്നത് മാത്രമേ മനിയാവുള്ളൂ, അല്ലാത്തതൊന്നും മനിയല്ല. അപ്പോൾ ശാരീരികമായ സുഖത്തോടെ അവന് വന്നിട്ടുള്ളത് മാത്രമേ കുളി നിർബന്ധമാക്കുകയുള്ളൂ. അല്ലാത്ത ദ്രാവകങ്ങൾ അവന് കുളി നിർബന്ധമാക്കുന്നതല്ല. ഇപ്പൊ ചിലർക്ക് ചില രോഗം കാരണം ഇങ്ങനൊരു സുഖവുമില്ലാതെ വന്നാൽ അത് കുളി നിർബന്ധമാക്കണില്ല. ഇനി അല്ലെങ്കിൽ അതിന് മുൻപ് വരുന്ന മതി പോലെയുള്ള ദ്രാവകങ്ങൾ കുളി നിർബന്ധമാക്കുന്നില്ല. അപ്പൊ ശഹ്വത്തോടെ വന്നാൽ മാത്രമേ അത് കുളി നിർബന്ധമാക്കുള്ളൂ. അയാൾക്ക് ശാരീരികമായ സുഖം അനുഭവപ്പെടുകയും എന്നിട്ട് മനി വരികയും ചെയ്തു. അയാൾ കുളിച്ചതിന് ശേഷം പിന്നെ അയാൾ വീണ്ടും അതിന്റെ അസർ കാണുകയാണ്. അയാൾ കുളിക്കേണ്ടതില്ല, അയാളെ കുളി കഴിഞ്ഞു, അയാൾ കുളിക്കേണ്ടതില്ല. അയാൾ കഴുകി വൃത്തിയാക്കി ഒതു എടുത്താൽ മതിയാകും നിസ്കരിക്കാനോ ഖുർആൻ ഓതാനോ മറ്റോ. അപ്പോ ശഹ്വത്തോടെ വന്നാൽ മാത്രമേ കുളി നിർബന്ധമാവുകയുള്ളൂ. എന്നാലേ അതിന് കുളി നിർബന്ധമാകുന്ന ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ അയാൾക്ക് അല്ലാഹു അനുവദിച്ച ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ സ്വപ്നത്തിലോ ഉറക്കത്തിൽ സംഭവിച്ചതോ, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കൊണ്ടോ സംഭവിച്ചത്. അള്ളാഹു അനുവദിക്കാത്ത ഏത് മാർഗത്തിലൂടെ ഒരാൾ ആ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ് അതിന്റെ തെളിവ്. അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരവരുടെ ഗൃഹാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇല്ല അലാ അസ്വാജിഹിം, അവരുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതൊഴികെ, ഔ മാ മലകത ഐമാനുഹും, അല്ലെങ്കിൽ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമ സ്ത്രീകൾ ഒഴികെ. ഇല്ല അലാ അസ്വാജിഹിം ഔ മാ മലകത ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അപ്പോൾ അവർ ആക്ഷേപത്തിന് അർഹരല്ല, അപ്പൊ അവർ കുറ്റക്കാരല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അടുത്ത ആയത്ത് എന്താണ്? ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, അതല്ലാത്തത് ആര് തേടിയോ അതെല്ലാം പൊട്ടു. ഒരാൾ എങ്ങനെ അയാൾ സ്വയം ചെയ്തിട്ടായാലും മറ്റെന്തായാലും അഊദു ബില്ലാഹ് ഒക്കെ ഹറാമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാകുന്നു അതിരുവിട്ട ആളുകൾ. ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്താണ് ഇസ്തിംനാ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം, അത് ഹറാമാണ് എന്നതിന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് തെളിവ് പിടിച്ചത് ഈ ആയത്താണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ എന്ന കിതാബുൽ അപ്പോ ബാക്കിയെല്ലാം ഹറാമായതാണ്. ഒരു മനുഷ്യൻ അവന് ലൈംഗിക ശേഷി എത്തിയാൽ അവൻ വേഗം വിവാഹം ചെയ്യാണ് വേണ്ടത്. അതിന് മുതിർന്നവരാണ് മുൻകൈ എടുക്കേണ്ടത്. ആൺകുട്ടികളെ വേഗം വിവാഹം കഴിച്ചേക്കാൻ, പെൺകുട്ടികളെ പൊതുവെ വിവാഹത്തിന് വേഗം വിവാഹം കഴിച്ചേക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം. പക്ഷേ ആൺകുട്ടികളുടെ കാര്യം നമ്മുടെ ഉമ്മത്തിൽ പല ആളുകളും അവരുടെ കാര്യത്തിൽ ഇഹ്മാലാണ് കാണിക്കുന്നത്, അവരുടെ കാര്യത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത്. നമുക്കറിയാം, കുട്ടികൾക്ക് അധികവും നല്ല ജോലിയൊന്നും ചിലപ്പോ വേഗം കിട്ടണമെന്നില്ല. നമ്മളെ നാട്ടുകാരെ കണക്കിൽ ഓന് ഒരു 15,000 കടന്ന ശമ്പളം കിട്ടിയാലേ ഓന് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഏകദേശം ഇന്നത്തെ കാലത്തുള്ള കണക്കാണ് എന്റെ തോന്നലെന്ന് ഞാൻ പറഞ്ഞതാണ്. വളരെ തെറ്റായ രീതിയാണ്, ഒരിക്കലും പാടില്ല. ദുനിയാവിന് വേണ്ടി നമ്മൾ അവരുടെ ദീൻ കൊണ്ടാണ് കളിക്കുന്നത്. ദീൻ നഷ്ടപ്പെട്ടു പോകും, ആളുകൾ മോശമായി പോകും. ഒരിക്കലും പാടില്ല. വേഗം വിവാഹം കഴിക്കാൻ ആൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. വളരെ വേഗം, എത്രയും വേഗം അവർ വിവാഹം കഴിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. യാ മഅശറ ശബാബ്,
യുവാക്കളെ, ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കാണോ ബാഅത്ത് സാധിച്ചിട്ടുള്ളത് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. എന്താണ് ഈ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ശരിയായ വ്യാഖ്യാനം അത് ശാരീരിക ശേഷി എന്നാണ്. ശാരീരികമായി ഒരുവന് ലൈംഗിക ശേഷി എത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവന് പ്രായപൂർത്തിയായി, വേഗം വിവാഹം കഴിക്കാൻ. ഫൈന്നഹു അഗദ്ദു ലിൽ ബസർ, അതാണ് കണ്ണുകൾ താഴ്ത്താൻ നല്ലത്, കണ്ണുകൾ താഴ്ത്താൻ സഹായിക്കുന്നത്. വഅഹ്സനു ലിൽ ഫർജ്, ഉഹ്യാവയവം സൂക്ഷിക്കാൻ സഹായിക്കുന്നത്. കാരണം സിന, വ്യഭിചാരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത് തലകൾ, ശിരസുകൾ കുനിപ്പിക്കുന്ന കാര്യം എന്നാണ്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന, തല താണു പോകുന്ന ആളുകളുടെ തല താഴ്ന്നു പോകും. അതുപോലെ നസബ്, അത് നശിക്കും. അവർ പാരമ്പര്യം, യഥാർത്ഥത്തിൽ ഇന്നയാളുടെ മകൻ എന്ന കുടുംബം, ഇങ്ങനെ നസബ് നശിക്കും. ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണത്. ഇത് നശിക്കും, ആളുകളുടെ ദീൻ നശിക്കും, കുടുംബം നശിക്കും, അഭിമാനം നശിക്കും. എന്നുള്ള കാര്യമാണ്, ഒരു സമൂഹത്തെ ഒന്നാകെ ഫസാദാക്കുന്ന കാര്യമാണ് സിന എന്നത്. നമുക്കറിയാം, ഇതിനൊന്നും യാതൊരു ബെല്ലും പുറയ്ക്കും ഇല്ലാത്ത നാടുകൾ, യൂറോപ്യൻ നാടുകൾ പോലെയുള്ള അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടുത്തെ കുടുംബ വ്യവസ്ഥ എന്താണ്, എല്ലാവർക്കും അറിയാം. ഫിത്രത്തുള്ള ഏതൊരു മനുഷ്യനും, ശുദ്ധ പ്രകൃതിയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ഒരു മനസ്സാലെ വെറുക്കുന്ന കാര്യമാണത് വ്യഭിചാരം. കാരണം അതുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. വിവാഹം അള്ളാഹുവിന്റെ കൗനിയായ ശറഈയായ സുന്നത്താണ്. ശറഈയായത് മാത്രമല്ല, കൗനിയായ സുന്നത്തും കൂടിയാണ്. പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ള ദമ്പതികളെ ഇസ്ലാം മുസ്ലിങ്ങൾ ദമ്പതികളായിട്ടാണ് കണക്കൂട്ടുന്നത്. അവരുടെ വിവാഹം, അതിനുശേഷം അവർ ചെയ്യുന്ന ബന്ധവും നമ്മൾ വ്യഭിചാരമായിട്ടല്ല കാണുന്നത്, അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് കാണുന്നത്. അത്രയും സ്ഥാനമുണ്ട് വിവാഹത്തിന്. മനസ്സിലായില്ലേ? അവരുടെ ദീനനുസരിച്ചിട്ട് ഒരു വിവാഹം കഴിച്ചാൽ, ഒരു ഇസ്ലാമിക ഭരണമുള്ള നാടാന്ന് കൂട്ടിക്കോ, അവിടുത്തെ അമുസ്ലിങ്ങളായ ഭാര്യയും ഭർത്താവിനെയും മുസ്ലിങ്ങൾ എങ്ങനെ കാണുന്നു? ഭാര്യ ഭർത്താവായിട്ടാണ്. നിങ്ങള് വ്യഭിചാരാണെന്ന് പറയില്ല. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് വിവാഹം. അത് സമൂഹത്തെ നശിപ്പിച്ചു കളയും. അതിന് വിപരീതമായ വ്യഭിചാരം, വിവാഹം അത് വൈകിപ്പിച്ചോ അത് നയിക്കുന്നത് വ്യഭിചാരത്തിലേക്കാണ്, സമൂഹത്തെ ഫസാദിലേക്കാണ് നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. ബാഅത്ത് എത്തിയവർ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷി എത്തിയവർ, അല്ലാതെ വലിയ പൈസക്കാരനാണ്. വലിയ പൈസക്കാരനായാലും വിവാഹം ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഓന് പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ശമ്പളം കിട്ടിയാല് വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരിക്കലുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുവായ ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നൊരു സ്ത്രീ പറഞ്ഞു, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, നബി എന്നെ വിവാഹം ചെയ്യണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പെണ്ണ് വന്ന് എന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവളെ നബിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നബിക്ക് നേരെ വിവാഹം ചെയ്യാം, വലിയന്റെ ആവശ്യമില്ല. കാരണം എന്താ? അൻ-നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഅ്മിനുകളുടെ ഏറ്റവും അടുത്ത വലി. അതിനേക്കാളും അടുത്തൊരു വലി മുഅ്മിനുകൾക്ക് വേറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വലിയന്റെ ആവശ്യമില്ല. ഒരു പെണ്ണിന്റെ വലിയില്ലാത്ത നിക്കാഹില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, വലിയില്ലാത്ത നിക്കാഹ് ബാത്തിലാണ്. വലിയില്ലാത്ത നിക്കാഹ് അത് നിക്കാഹല്ല, പെണ്ണിന്റെ വലിയ വേണം നിക്കാഹ് ചെയ്തു കൊടുക്കാൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിക്ക് വലിയന്റെ ആവശ്യമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ പെണ്ണ് വന്ന് എന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി നോക്കി, പക്ഷെ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. സദസ്സിലുണ്ടായിരുന്ന ഒരു സാധുവായ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവള് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവൾക്ക് സമ്മതാണെന്നാണ് അതിന് മനസ്സിലാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് നീ മഹർ കൊടുക്കാനുള്ളത്? അപ്പൊ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. വീട്ടിൽ പോയി നോക്കി, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം എങ്കിലും ഉണ്ടോ നോക്ക്. ഇരുമ്പിന്റെ ഒരു മോതിരം. അദ്ദേഹം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, നബി അതുമില്ല. അത്രയും സാധുവാണ്, മിസ്കീനാണ്. നബി സല്ലല്ലാഹു എന്നിട്ട് പറഞ്ഞു, നബി എന്റെ അടുത്തുള്ള വസ്ത്രം ഉണ്ടല്ലോ, എന്റെ വസ്ത്രങ്ങളിൽ ഒന്ന് ശരീരത്തിൽ ധരിച്ചിട്ടുള്ളത് അത് ഞാൻ കൊടുക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൊടുത്തിട്ട് എന്താ കാര്യം?
ഓൾട്ടാ നിനക്കുണ്ടാവില്ല, നീ ഇട്ടാ അവൾക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതിരുന്നു. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞുപോയി, ഇദ്ദേഹം നടന്നുപോയി. അയാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ എന്റെ കയ്യിൽ ഖുർആൻ എന്താ ഉള്ളത്? അപ്പോൾ എനിക്ക് ഇന്ന സൂറത്തുകളൊക്കെ അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഖുർആന്റെ പകരമായി. എന്താണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക വിവാഹശേഷം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരായത്ത് തലക്കെട്ടായി കൊടുത്തിട്ടാണ്. എന്താണ് ഖുർആനിലെ ആയത്ത്? യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾ അവരെ വിവാഹം ചെയ്യിപ്പിച്ചയക്കുക, നിങ്ങളുടെ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ വിവാഹം ചെയ്യിപ്പിക്കുക, അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് സമ്പന്നത നൽകും. അള്ളാഹുവാണ് തരുന്നത്. അള്ളാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞ സൂറത്തുൻ നിസായിലെ തുടക്കത്തിൽ ആയത്തിന്റെ അവസാനം എന്താ? ദാലിക അദ്നാ അല്ലാ തഊലു, നിങ്ങൾ ദരിദ്രരാകാതിരിക്കാൻ അതാ നല്ലത്. എന്ത്? വിവാഹം ചെയ്യൽ. വിവാഹം ചെയ്യലാണ് നിങ്ങൾ ദരിദ്രരാകാതിരിക്കാൻ നല്ലത്. അള്ളാഹുവാണ് റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഭൂമിയിൽ ഒരു ജന്തുവില്ല അള്ളാഹു റിസ്ക് ഏറ്റെടുക്കാതെ. അതുകൊണ്ട് പല ആളുകളും ഇത് മുടക്കുന്നത് മുതിർന്ന ആളുകളാണ്, ഉമ്മയും പല മാതാപിതാക്കളാണ് ഇതിന്റെ കുറ്റക്കാർ. ഒരു ചെറുപ്പക്കാർ വിവാഹം ചെയ്യാൻ സമ്മതിക്കൂല. എല്ലാ പെങ്ങന്മാരെ ഭാര്യ ഇവന്റെ തലയിലാണ്. അവരൊക്കെ കഴിഞ്ഞാലേ ഓന് പെണ്ണിട്ടാൻ പറ്റുള്ളൂ. ഇവരെ ദീന് ഈ മാതാപിതാക്കൾക്ക് യാതൊരു വിലയില്ലേ. ദുനിയാവ് മാത്രം മതിയോ? മോൻ കൊണ്ടുവരുന്ന പൈസ മാത്രം മതിയോ? പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞാൽ മാത്രം മതിയോ? മോനെ ദീന് വേണ്ടേ? ഇതിന്റെ പാപം ഈ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. ഇതിൽ ഹിമാൽ നടത്തുന്ന ഇതിൽ അലംഭാവം കാണിക്കുന്ന ഉപ്പയും മുതിർന്നവർ ഇത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മുതിർന്നവരാണ് അതിന് ചെറുപ്പക്കാരെ സഹായിക്കേണ്ടത് വേഗം വിവാഹം ചെയ്യാൻ. ചെറുപ്പക്കാരെ അതിന് ബോധമുള്ളവരായിരിക്കണം. ചിലർക്ക് ഒരു കഥ ഉണ്ടാവില്ല, ഇങ്ങനെ നടക്കും. 30, 28, 30 ഒക്കെ വയസ്സായാലും ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ചില ഹറാമായ മാർഗങ്ങളുണ്ടാവും ഒരാഗ്രഹങ്ങൾ തീർക്കാൻ. അങ്ങനത്തെ പിന്നെ കല്യാണം തന്നെ വേണ്ടല്ലോ. മരിക്കുന്നവരെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാമല്ലോ, അവരുടെ പൂജയൊക്കെ തീർത്തിട്ട് ഹറാമായ മാർഗത്തിലൂടെ. അല്ലാഹു ചോദ്യം ചെയ്യും നമ്മളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അസ്ലമായ ഏറ്റവും നല്ല മാർഗം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഹലാലായ മാർഗം. അതാണ് വിവാഹം. അത് മുതിർന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് വളരെ വേഗം അവരെ വിവാഹം കഴിപ്പിച്ചേക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് നൽകും. ഒരു പണിയില്ലാതായിക്കോട്ടെ, ഒരു ജോലിയും ഇല്ലെങ്കിലും ശരി, അവൻ വിവാഹം കഴിപ്പിക്കുക. അവൻ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളായി മാറും. അള്ളാഹു അവന് ഫദ്ല് നൽകും. അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് അവന് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തന്റെ ഇഫ്ഫത്ത് സംരക്ഷിക്കാൻ, തന്റെ എന്താണ് ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക വിശുദ്ധി, അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ വിവാഹം ചെയ്താൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന് ഏറ്റിരിക്കുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുമെന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളി, കുറെ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു മുതലാളി നമ്മളോട് വന്ന് നമ്മളെ കുട്ടികൾ ആരോടെങ്കിലും ആ മക്കളിൽ ആരോടെങ്കിലും വന്ന് പറയാണ്, നീ കല്യാണം കഴിച്ചോ, എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നൊരാൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും വേഗം അയാൾ പറഞ്ഞ പോലെ ചെയ്യും. എല്ലാ ഖസാനയുടെയും എല്ലാ ഖജനാവിന്റെയും റബ്ബായ അള്ളാഹുവാണ്, അവന്റെ വാഗ്ദാനമാണ്. അള്ളാഹു ആകട്ടെ അവന്റെ വാഗ്ദാനം തെറ്റിക്കുകയില്ല. അപ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു പോകാൻ വഴി കാണിച്ചു കൊടുക്കും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ക് കൊടുക്കും. അള്ളാഹുൽ തവക്കുലാക്കി അവൻ അള്ളാഹു മതി. ഇത് പൊതുവെ ഇത് മനസ്സിലാക്കേണ്ട അധികവും മാതാപിതാക്കളും മുതിർന്നവരുമാണ്. നമ്മളെ ഒക്കെ വീട്ടിൽ നമ്മളൊക്കെ പരിചയത്തിലുള്ള ആൺകുട്ടികൾ, അവരെ വേഗം വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. വെറുതെ വായോട് പറഞ്ഞാൽ മാത്രം പോലെ അവരെ സഹായിക്കണം. അവര് സഹായിക്കപ്പെടാൻ അർഹരാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ അവരെ സഹായിക്കണം. വിവാഹത്തിനും ശേഷമുള്ള അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അധികം സഹായിക്കേണ്ടി വരില്ല. ബാക്കി അള്ളാഹു അവരെ സഹായിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കും. ഏറ്റവും ഖൈറായ കാര്യത്തിനാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ദുനിയാവിലെ ഒരു പ്രയാസത്തിൽ
ഒരാൾ സഹായിച്ചാൽ അള്ളാഹു ഇവനെ പരലോകത്തെ പ്രയാസത്തിൽ സഹായിക്കും. വല്ലാഹു ഫി ഔനി അൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും അവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അപ്പോ ഏറ്റവും മുന്തിയ സഹായമാണ് എന്റെ ദീനും അവന്റെ അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി വിവാഹത്തിന് ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. പെൺകുട്ടികളെക്കാളും അതിന് അർഹരായിട്ടുള്ള ആൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച്. കാരണം ജനങ്ങൾക്ക് ബോധമില്ലാത്തൊരു കാര്യമാണത്, ആളുകൾക്ക് ബോധമില്ലാത്തൊരു കാര്യം. എന്താണ് ഇവന്റെ കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഇവന് കഴിക്കാൻ പാടുന്നത് ആരും പഠിപ്പിച്ച നിയമമാണ്? ഇത് അള്ളാന്റെ കിതാബിലുള്ളതാ? ആരാണ് അങ്ങനെ ഒരു ഷർത്ത് നമുക്ക് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല. നമ്മൾ പ്രായം നോക്കുക, ആണായാലും പെണ്ണായാലും അങ്ങ് വേഗം 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 കല്യാണം കഴിപ്പിക്കുക. ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോ ശാരീരിക വളർച്ച ചിലപ്പോൾ ഇളയതിനായിരിക്കും കൂടുതൽ, അതിനനുസരിച്ച് അവരുടെ ലൈംഗികമായ കാര്യങ്ങളും വളർന്നിട്ടുണ്ടാവും. അവർ വേഗം വിവാഹം കഴിപ്പിച്ചേക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണ് മുൻഗണനാ ക്രമം. അല്ലാതെ ആരോ പഠിപ്പിച്ച ഇവനേക്കാൾ എത്രയോ ഇളയ പങ്കന്മാരെ കാത്തിട്ട് ഇവൻ മൂത്ത് നമ്മൾ മൂക്കി പല്ലുകളൊക്കെന്ന് പറയുന്നില്ലേ എന്ന പ്രായം വരെ കാത്തു നിൽക്കുക. ആ സമയത്ത് ഇവൻ ഹറാമുകളിൽ പെട്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺകുട്ടികളുടെ രക്ഷിതാക്കളായ മാതാപിതാക്കളോട് പറഞ്ഞു, ദീനും ഖുലുഖും, അഥവാ ദീനും സ്വഭാവവും തൃപ്തിപ്പെടുന്ന, അതിൽ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല, മോശം പേരൊന്നും ആരും പറയുന്നില്ല, അങ്ങനത്തെ ഒരു ചെക്കൻ നിങ്ങളുടെ മകളെ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇല്ല തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പവും ഭൂമിയിൽ വലിയ ഫസാദും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഫസാദുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വേഗം വിവാഹം കഴിച്ചു കൊടുക്കാതെ പല വാശിയും അതുപോലെ ദുരഭിമാനവും ഒക്കെ നോക്കിയിട്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ എത്ര കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദീനും ഖുലുഖുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പറഞ്ഞത്, അല്ലാതെ അനാവശ്യമായ കാര്യങ്ങളല്ല. പൈസ അള്ളാഹു കൊടുക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പണത്തിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നമ്മൾ വേഗം വേഗം അത് ശ്രദ്ധിക്കണം. ആൺകുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ, പ്രായം ചെന്ന വീട്ടിലെ ആളുകൾ, കാരണന്മാർ, ഇവരൊക്കെയാണ് അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ചില കുട്ടികൾക്ക് പറയാൻ മടിയുണ്ട്, അവരോട് അങ്ങോട്ട് ചോദിക്കണം. ഞാൻ പെണ്ണിട്ടിക്കോട്ടെ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കല്ലേ, നിങ്ങൾ വേഗം അവരെ കാര്യം നോക്ക്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് എല്ലാ ഖൈറിലേക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാഉ മിനൽ മാ, വെള്ളത്തിന് പകരം വെള്ളം. അഥവാ മനി പുറപ്പെട്ടാൽ കുളി നിർബന്ധമായിരിക്കുന്നു. അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ശരി, ഏർപ്പെടാതെ ആയാലും ശരി, മനി അഥവാ ശഹ്വത്തോടെ, ലൈംഗിക ആഗ്രഹത്തോടെ പുറപ്പെടുന്ന മനി, അതിനാണ് മനി എന്ന് പറയുക. അത് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ്. അടുത്തത്, വഅൻ അബീ ഹുറൈറത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു ഹദീസ് തന്നെയാണ് ഇതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജലസ അഹദുകും ബൈന ശുഅബിഹാ അൽ അർബഅ ثم جهدها فقد وجب الغسل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ജലസ അഹദുകും, നിങ്ങളിൽ ആരെങ്കിലും ഇരുന്നാൽ, ബൈന ശുഅബിഹാ അൽ അർബഅ, അവളുടെ അഥവാ പെണ്ണിന്റെ 4 ശുഅബുകൾക്കിടയിൽ, 4 ശുഅബ് പറഞ്ഞ ശാഖ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശം 2 കൈയും 2 കാലുകളും. അതിനിടയിൽ നിങ്ങളിൽ ആരെങ്കിലും ഇരിക്കുകയും സുമ്മ ജഹദഹ, എന്നിട്ട് അവളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്താൽ ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായിരിക്കുന്നു. മുത്തഫഖുൻ അലൈഹി. അതുപോലെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ കൂടി വന്നിരിക്കുന്നു, വ ഇല്ലം യുൻസിൽ, മനിയ് പുറത്തേക്ക് വന്നാലും വന്നില്ലെങ്കിലും ശരി, മനിയ് പുറത്തേക്ക് വന്നില്ലെങ്കിലും ശരി എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ കൈകൾക്കും കാലുകൾക്കും ഇടയിൽ ഇരുന്ന് അവളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ്. അഥവാ ഇയാളുടെ പുരുഷന്റെ ദഖർ എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈംഗിക അവയവത്തിനാണ് അറബിയിൽ ദഖർ എന്ന് പറയുക. സ്ത്രീയുടെ ലൈംഗിക അവയവത്തിനാണ് അൽ ഫർജ് എന്ന് പറയുക. ഇയാളുടെ ദഖർ അവളുടെ ഫർജിൽ പ്രവേശിപ്പിച്ചാൽ കുളി നിർബന്ധമായിരിക്കുന്നു. വഇല്ലം യുൻസിൽ, മനി വന്നില്ലെങ്കിലും ശരി.
അതിനു മുമ്പ് ഒരാൾ അവസാനിപ്പിച്ചാലും ശരി. ഇതാണ് ഈ ഹദീസ്. ഇത് നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ട്, അൽമാ മിനൽ മാ, അതിനെ ഒന്ന് തഖീദ് ചെയ്യുന്ന ഹദീസ്. അതൊരു ആമായ പ്രയോഗമാണ്. അഥവാ മനി വന്നാൽ ആണ് കുളി നിർബന്ധം എന്ന് കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞു. ഈ ഹദീസിൽ എന്ത് വന്നു? ഇല്ലം യുൻസിൽ, ഇൻസാൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി. ഇൻസാൽ എന്ന് പറഞ്ഞാൽ മനി പുറത്തേക്ക് വരിക. അത് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പുരുഷന്റേത് പ്രവേശിപ്പിച്ചാൽ കുളി നിർബന്ധമായി. ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ നിയമം ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യകാലത്തിൽ മനി വന്നാൽ മാത്രമേ കുളി നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് അങ്ങനെ തന്നെ സഹീഹ് ബുഖാരിയിലൊക്കെ വന്നിട്ടുണ്ട്. ഒതു എടുത്താൽ മതിയായിരുന്നു, ഒരാൾക്ക് പ്രവേശിപ്പിച്ചു, പക്ഷെ മനി വന്നില്ലെങ്കിൽ. പക്ഷെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇങ്ങനെ പറഞ്ഞു. ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്, ഇദൽ തഖൽ ഖിതാനാനി ഫഖദ് വജബൽ ഗുസ്ൽ. ഇദൽ തഖ കൂട്ടിമുട്ടിയാൽ, അൽ ഖിതാനാൻ, ഖിതാൻ എന്ന് പറഞ്ഞാൽ ഖിതാൻ നമ്മൾ ചേലാകർമ്മം ചെയ്യുന്ന ഭാഗത്തിനാണ് ഖിതാൻ എന്ന് പറയുക. അത് പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട്. സ്ത്രീക്ക് ചേലാകർമ്മമുണ്ട്, പക്ഷെ നിർബന്ധമല്ല. പുരുഷന് നിർബന്ധമാണ്. മനസ്സിലല്ലേ? പെൺകുട്ടികൾക്ക് ചേലാകർമ്മമുണ്ട്, അത് പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ പരിചിതമല്ല. അത് നിർബന്ധമല്ല, മുസ്തഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും വ്യാപകമായി ചെയ്യുന്ന ഒരു നാടാണ് സുഡാൻ. സുഡാൻ എന്നറിയപ്പെടുന്ന നാടുണ്ട് സുഡാൻ. അവിടെ പൊതുവെ സ്ത്രീകളെല്ലാവരും, എല്ലാ പെൺകുട്ടികൾക്കും ചേലാകർമ്മം ചെയ്യും ഇന്നും. അപ്പോ അങ്ങനെ അതിന് പ്രസിദ്ധമായ നാടുകളുണ്ട്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. മുസ്തഹബാണ്, പക്ഷെ നിർബന്ധമല്ല. പുരുഷന്മാരുടേതാകട്ടെ നിർബന്ധമാണ്. അപ്പൊ രണ്ടുപേരുടെയും ചേലാകർമ്മം ചെയ്യുന്ന ഭാഗം പരസ്പരം കൂട്ടിമുട്ടിയാൽ ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റൊരു അതേ കാര്യമാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. അഥവാ ഒരു പുരുഷൻ തന്റെ സ്ത്രീയുടെ അവളുടെ ശ്വാബുകൾക്കിടയിൽ ഇരിക്കുകയും അവളെ ബുദ്ധിമുട്ടിക്കുകയും എന്ന് പറഞ്ഞാൽ അവളുടെ ഫർജിൽ ഇയാളുടെ ദക്കർ പ്രവേശിപ്പിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിൽ കുളി നിർബന്ധമായി, ഇൻസാൽ ഉണ്ടായില്ലെങ്കിലും അഥവാ മനി പുറപ്പെട്ടില്ലെങ്കിലും. ഇവിടെ രണ്ട് ഖിതാനുകൾ കൂട്ടിമുട്ടിയാൽ എന്ന ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അതിന്റെ അർത്ഥം ഇയാളുടെ ദക്കറിന്റെ അഥവാ ഇയാളുടെ ലൈംഗിക അവയവത്തിന്റെ തലഭാഗം അവളുടെ ലൈംഗിക ഭാഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് പുറത്ത് കാണാത്ത നിലയിൽ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി എന്നാണ്. ഇത് അൽത്തഖൽ ഖിതാനാനി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അപ്പോ പുറമേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പുറത്ത് സ്പർശിക്കുകയോ ഇയാളുടെ ലൈംഗിക അവയവം ഇയാളുടെ ദക്കർ അവളുടെ ഫർജിൽ പുറത്ത് തട്ടുകയോ സ്പർശിക്കുകയോ ചെയ്താൽ കുളി നിർബന്ധമെന്നില്ല. പക്ഷെ മനി വന്നാൽ നിർബന്ധമായിട്ടുണ്ട്, പ്രവേശിപ്പിച്ചാലും ഇല്ലെങ്കിലും, ഭാര്യ അടുത്തുണ്ടായാലും ശരി ഇല്ലെങ്കിലും ഒക്കെ. അതേസമയം പ്രവേശിപ്പിച്ചാൽ കുളി നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഇത് അൽത്തഖൽ ഖിതാനാൻ, രണ്ട് ഖിതാനുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ. അത് സംഭവിക്കുക ഇയാളുടെ ദക്കറിന്റെ തലഭാഗം അവളുടെ ഫർജിൽ പ്രവേശിപ്പിച്ച് അത് പുറത്ത് കാണാത്ത നിലയിൽ ഉള്ളിലേക്ക് പോയാൽ എന്നാണ്. അപ്പൊ കുളി നിർബന്ധമായി. കുളി നിർബന്ധമായി. മനി പുറത്ത് വരുന്നതിന് മുമ്പേ ലൈംഗിക ബന്ധം ജിമാ അവസാനിപ്പിച്ചാലും ശരി അവസാനിപ്പിച്ചില്ലെങ്കിലും ശരി. ഇത് ഈ രണ്ട് ഹദീസുകളിലൂടെ എപ്പോഴാണ് കുളി നിർബന്ധമാവുക എന്ന കാര്യം വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത ഹദീസ് عن أنس رضي الله عنه قال, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ആണ് അനസിന്റെ ഉമ്മയാണ്. ഉമ്മു സുലൈം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബിയുമായി മുലകുടി ബന്ധമുണ്ടായിരുന്ന സ്ത്രീ കൂടിയാണ് ഉമ്മു സുലൈം. നബിയുടെ ഉമ്മ വഴിക്ക്, നബിന്റെ ഉമ്മ മദീനയിലായിരുന്നല്ലോ അവരുടെ പേരുകൾ. അങ്ങനെ ആ നിലക്ക് മുലകുടി ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഉമ്മു സുലൈം, അഥവാ അനസിന്റെ ഉമ്മ.
അതുകൊണ്ടാണ് നബി അവരുടെ വീട്ടിൽ പോയി കിടക്കാറൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നബി വിശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ അവർ നബിയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച ഹദീസ് വന്നിട്ടുണ്ടല്ലോ, അത് സുഗന്ധമുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് നബിയുമായി ഇങ്ങനെ നബിക്ക് മഹറം കൂടിയാണ് ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ. അവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്. ഖുർആനിൽ വന്ന ഒരു പ്രയോഗമാണ്. അള്ളാഹു ഹക്ക് പറയാൻ ലജ്ജിക്കുകയില്ലല്ലോ, അള്ളാഹു ഹക്ക് പറയാൻ ലജ്ജിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീക്ക് ഇഹ്തിലാം ഉണ്ടായാൽ അലൈഹൽ ഗുസ്ൽ, അവൾക്ക് ഇഹ്തിലാം എന്ന് പറഞ്ഞ സ്വപ്നസ്ഖലനം എന്നാണ് അതിന്റെ അർത്ഥം, അതുണ്ടായാൽ അലൈഹൽ ഗുസ്ൽ, അവൾക്ക് കുളി നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ അവിടെ ഉണ്ട്. ഉമ്മു സലമ വേറെ, ഉമ്മു സുലൈം വേറെ. ഉമ്മു സലമ നബിയുടെ ഭാര്യയാണ്, ഉമ്മു സുലൈം നബിയുടെ ഭാര്യയല്ല. ഉമ്മു സുലൈം അവിടെ ഉണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന നബിയുടെ ഭാര്യമാർക്ക് ഉമ്മു സുലൈമിനൊക്കെ ലജ്ജ തോന്നി. ഇവര് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചല്ലോ, ഒരു മുഖം ഇങ്ങനെ പൊത്തിന, ഇങ്ങനെ ഇപ്പൊ നബിനോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചത് എന്ന്. അപ്പോ അവരുടെ ചോദ്യം എന്താണ്? ഇഹ്തിലാം ഉണ്ടായാൽ ഒരു സ്ത്രീക്ക് കുളി നിർബന്ധമുണ്ടോ? എന്താണ് ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ? സ്വപ്നസ്ഖലനം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത്, അത് മിൻ മുലാഅബത്തി ശൈത്താൻ, ശൈത്താനാണ് അത് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുരുഷൻ ഉറക്കത്തിൽ അവൻ ജിമായിൽ, അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ സമാനമായ വല്ലതോ അവൻ സ്വപ്നം കാണുകയും എന്നിട്ട് സാധാരണ അവന് മനി പുറത്തേക്ക് പോകുമ്പോണ്ടാകുന്ന സുഖം ഉറക്കത്തിന് അനുഭവപ്പെടുകയും ചെയ്യലാണ് ഇഹ്തിലാം. ഇത് യഥാർത്ഥത്തിൽ ശൈത്താന്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉണ്ടാവാറില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ മുലാഅബ നബിയുമായി ശൈത്താൻ നടക്കൂല. ഇത് പുരുഷനും ഉണ്ടാവും സ്ത്രീക്കും ഉണ്ടാവും. പക്ഷെ സ്ത്രീയുടെ വിഷയത്തിൽ അത് വളരെ അപൂർവമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ അത് അപൂർവമാണ്, ഗാലിബനല്ല. പുരുഷന്മാരുടെ കാര്യത്തിൽ അത് ഗാലിബാണ്, അത് കൂടുതലാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതലല്ല. എന്താണ് കൂടുതലല്ല എന്ന് മനസ്സിലാക്കാനുള്ള കാരണം? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് ചോദിക്കണ്ട, അങ്ങനെ നടക്കുവോ എന്ന്. അപ്പൊ ഇങ്ങനെ ഉമ്മു സുലൈം നബിയോട് ചോദിച്ചു, ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യണം? കുളിക്കണോ വേണ്ടേ? അവർ ചോദിക്കുകയാണ്, തറാ ഫീ മനാബിഹാ മാ യറ റജുൽ, പുരുഷൻ കാണുന്നത് ഒരു സ്ത്രീ തന്റെ ഉറക്കത്തിൽ കണ്ടാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഗ്തസിൽ, അവർ കുളിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മറ്റ് ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, രാവിലെ എണീറ്റ് അവർ അവരുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവർ കിടന്നിടത്തോ നനവ് കണ്ടെങ്കിൽ മാത്രം. അത് പുരുഷനും അങ്ങനെ തന്നെ. ഒരു പുരുഷൻ അയാൾ ഉറക്കത്തിൽ ഇങ്ങനെ അയാൾക്ക് അനുഭവം ഉണ്ടായി, എന്നിട്ട് രാവിലെ എണീറ്റു അയാളുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാകാൻ സാധ്യത അവിടെ അയാൾ മനി കണ്ടെങ്കിൽ അയാൾക്ക് കുളി നിർബന്ധമാണ്. അയാൾ ആ നടന്നതിന് അയാൾ കുറ്റക്കാരനല്ല. കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ അത് ഒരു മൗത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൗമു അഖുൽ മൗത്ത് വഅഹ്ലുൽ ജന്നതി ലാ യനാമൂൻ. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ സ്വർഗക്കാർ ഉറങ്ങുകയില്ല. സ്വർഗത്തിലെത്തിയ ആളുകൾ എന്താക്കൂല? ഉറങ്ങൂല. മരണത്തിന്റെ ഒരംശവും അവിടെ ഉണ്ടായില്ല. സ്വർഗത്തിൽ മരിക്കൂലല്ലോ. അതുപോലെ മരണത്തിന്റെ അംശമായ, മരണത്തിന്റെ അഹായ ഉറക്കവും അവിടെ ഉണ്ടാവില്ല. എന്നാൽ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഏത് സമയത്തും അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ക്ഷീണമോ ഉറക്കില്ലായ്മ കൊണ്ടുള്ള പ്രയാസങ്ങളോ ഒരിക്കലും സ്വർഗത്തിനുണ്ടാവുകയില്ല. അപ്പോ ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. അള്ളാഹു ഖുർആനിൽ സൂറത്തു സുമറിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ. അള്ളാഹു റൂഹ് പിടിച്ചെടുക്കുന്നു മരിക്കുന്ന സമയത്തും അതുപോലെ മരിക്കാത്തവർ ഉറങ്ങുമ്പോഴും. അള്ളാഹു പറഞ്ഞതാണ്, അവർ റൂഹ് എടുക്കുന്നു, എന്നിട്ട് അവൻ വീണ്ടും ജീവിതം ഉദ്ദേശിച്ചവർക്ക് അത് തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ സാധാരണ മരണം പോലെയല്ല. നമ്മൾ ശ്വാസം കഴിക്കുന്നുണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ട്, പക്ഷെ റൂഹ് പിടിച്ചെടുക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അത് പിടിച്ചെടുക്കും? നമുക്കറിയില്ലല്ലോ. അള്ളാഹു പറഞ്ഞില്ലേ, യസ്അലൂനക അനിർ റൂഹ്, നിന്നോട് അവർ റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ റൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് റൂഹ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഇൽമിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചല്ലാതെ കിട്ടിയിട്ടില്ല. അള്ളാഹിന്റെ കാര്യമാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പിടിച്ചെടുക്കുന്നു. നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നതുകൊണ്ട് കുറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നോമ്പുകാരനായിരിക്കും ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല, നോമ്പ് മുറിയുകയില്ല. അയാൾ നോമ്പ് എടുത്തു വിട്ടിട്ടുണ്ടല്ലോ. അതേസമയം അയാൾ കരുതിക്കൂട്ടി അയാളത് വരുത്തിയാലോ അയാളുടെ നോമ്പ് ഫസാദാണ്, നോമ്പ് ബാത്തിലാണ്. അയാൾ ഭാര്യയുമായി ഇപ്പറഞ്ഞ ശാരീരിക ബന്ധം അഥവാ അവളുടെ ഫർജിൽ പ്രവേശിപ്പിച്ചിട്ടാണ് അത് പുറത്തേക്ക് വന്നതെങ്കിലോ കടുത്ത തെറ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത്. പ്രായശ്ചിത്തവും വളരെ കടുത്തതാണ്. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടി വരും. അങ്ങനെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളതെങ്കിൽ. അതല്ലാത്ത നിലക്ക് അയാൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണ് വന്നതെങ്കിൽ അയാൾ അന്നത്തെ നോമ്പ് ഫസാദാണ്, അയാൾ കുറ്റക്കാരനാണ്. ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട്. അന്നത്തെ നോമ്പ് പൂർത്തിയാക്കും വേണം. അന്നത്തെ നോമ്പ് തിന്നാൻ പാടില്ല, പിന്നെ പൂർത്തിയാക്കുകയും വേണം. എന്നിട്ട് പിന്നീട് നോമ്പ് എടുത്തു വിട്ടും വേണം. അങ്ങനെയാണ്. ഹറാമുകൾ ചെയ്തിട്ട് ഫസാദാക്കിയാൽ അന്നവൻ ഇംസാക്ക് വാജിബാണ്. അന്ന് അങ്ങനെ തന്നെ നിൽക്കണം. ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ അവൻ കുറ്റക്കാരനാണ് കരുതി കുട്ടി അങ്ങനെ ചെയ്താൽ. അതേസമയം സ്വപ്നത്തിൽ ഉണ്ടായാൽ കുറ്റക്കാരനല്ല എന്നതുപോലെ. എന്നാൽ നമ്മൾ എണീറ്റാൽ നമുക്ക് ജനാബത്തായിട്ടുണ്ട്, നമ്മൾ അതിന്റെ അടയാളം അഥവാ മനിഹിന്റെ അംശമോ അത് വെള്ള ആയ നിലക്കോ അല്ലെങ്കിൽ ഉണങ്ങിയ നിലക്കോ നമ്മൾ വസ്ത്രത്തിലോ എവിടെയാണ് ഉണ്ടാകാൻ സാധ്യത അവിടെ കണ്ടാൽ കുളി നിർബന്ധമായി. ഇനി നമുക്ക് ഉറക്കത്തിൽ അനുഭവം ഉണ്ടായി, പക്ഷേ എണീറ്റപ്പോ ഇങ്ങനെ യാതൊന്നും കണ്ടില്ല. അപ്പൊ കുളി നിർബന്ധമുണ്ടോ? ഇല്ലേ? കുളി നിർബന്ധമില്ല. കുളി നിർബന്ധം ഇല്ല. കാരണം ശക്കിന്റെ പിന്നാലെ പോകാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീരാത്ത ശക്കുകളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക. അങ്ങനെ പോകാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ ദീൻ എളുപ്പമുള്ളതാണ് എന്നതിന്റെ തെളിവുകളാണ്. അപ്പൊ ശക്കിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഒരാൾക്ക് അനുഭവം ഉണ്ടായി, ഉറക്കത്തിൽ എന്തൊക്കെയൊക്കെ അനുഭവം ഉണ്ടായി, പക്ഷെ അയാൾ എവിടെയും നോക്കിയിട്ടൊന്നും അടയാളം കാണുന്നില്ലെങ്കിൽ അയാൾ കുളിക്കണ്ടില്ല. ഇനി നേരെ തിരിച്ച് ഒരാൾക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായത് ഓർമ്മയില്ല, പക്ഷെ ഉറപ്പായ നിലക്ക് അയാൾ വസ്ത്രത്തിൽ കണ്ടു, കുളി നിർബന്ധം. അപ്പൊ പുറത്തേക്ക് വരിക എന്നതാണ് കുളി നിർബന്ധമാകാനുള്ള കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ഇദാ റഅത്തിൽ മാ, അവൾ വെള്ളം കണ്ടാൽ അഥവാ അവളുടെ ദ്രാവകം, പുരുഷനാണെങ്കിൽ പുരുഷന്റെ മനി കണ്ടാൽ അവന് കുളി നിർബന്ധമാണ്. അത് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി, പുറത്തേക്ക് വന്നാലേ കുളി നിർബന്ധമാണ്. ഒരാൾക്ക് ചിലപ്പോൾ മനുഷ്യന്മാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും. എന്താണ്, അയാളുടെ മനി പുറത്തേക്ക് വരാനായതുപോലെ അയാൾക്ക് തോന്നി, പക്ഷെ വന്നില്ല. കുളി നിർബന്ധമുണ്ടോ? ഇല്ല, കുളി നിർബന്ധമില്ല. ഇത് ഏതുപോലെയാണ്? ഇപ്പോ നജസ്സുകൾ അത് പുറത്തേക്ക് വന്നാലല്ലേ നമുക്ക് അത് നീക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നജസിന്റെ കൊട്ടയാണ് നമ്മളെല്ലാവരും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നജസ് ചുമന്ന് നടക്കുന്ന ആളുകൾ. നമ്മളെ ഉള്ളിൽ നജസുണ്ട്, പക്ഷെ അതുകൊണ്ട് നമ്മളത് കഴുകി വൃത്തിയാക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നജസുണ്ട്, പക്ഷെ നമ്മൾ അത് വിചാരിച്ചിട്ട് ഒതു കൊടുക്കുന്നുണ്ടോ? ഇല്ല. പുറത്തേക്ക് വന്നല്ലേ ഒതുള്ളൂ, പുറത്തേക്ക് പോയാലല്ലേ കുളിയുള്ളൂ എന്നതുപോലെയാണ്. ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ട് നമുക്ക് കുളി അല്ലെങ്കിൽ ഒതു നിർബന്ധമാകുന്നില്ല. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഉള്ളിൽ നജസാണുള്ളത്, നജസ് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിനോട് പറഞ്ഞു, തഖ്തസിൽ, അവർ കുളിക്കണം നിസ്കാരത്തിന് വേണ്ടി. സ്ത്രീ ഇത് കണ്ടാൽ കുളിക്കണം. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യ ചോദിച്ചു, വഹൽ യകൂനു ഹാദാ, നബി അങ്ങനെ ഉണ്ടാവോ? അതായത് സ്ത്രീക്ക് ഇതുപോലെ മനി പുറപ്പെടുക, അവരുടെ വെള്ളം പുറപ്പെടുക എന്നതുണ്ടാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ ഉണ്ടാകും. ഫമിൻ ഐന യകൂനു ശബഹ്, അല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് സാദൃശ്യം ഉണ്ടാകുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ വഹി അനുസരിച്ചിട്ടാണ് പറഞ്ഞത്, സ്ത്രീക്കും വെള്ളം പുരുഷന് വരുന്നത് പോലെ ഒരു ദ്രാവകം പുറപ്പെടും. പക്ഷേ ഉമ്മു സലമ ഒന്നുകൂടി ചോദിച്ചപ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള
യുക്തിസഹജമായ ഒരു മറുപടി കൂടി നബി പറഞ്ഞു കൊടുത്തു. പിന്നെ എവിടുന്നാണ് സാദൃശ്യം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സാദൃശ്യം? ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഉപ്പാനോട് സാദൃശ്യം ഉണ്ടാകുന്നത് പോലെ ഉമ്മാനോട് സാദൃശ്യം ഉണ്ടാകുന്നുണ്ട്. അതിതുകൊണ്ടാണ് ഉപ്പയുടെയും ഉമ്മയുടെയും കൂടിക്കലർന്ന ദ്രാവകത്തിൽ നിന്നാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, خلق من ماء دافق يخرج من بين الصلب والترائب. സഹാബിമാരെ ആയത്തിന് വിശദീകരിച്ച് പറഞ്ഞത് സുൽബുർ റജുൽ വതറായിബുൽ മർഅ. ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന ആ ദ്രാവകം എവിടുന്നാണ് തെറിച്ചു വീഴുന്നത്? അള്ളാഹു പറഞ്ഞു യഖ്റുജു മിൻ ബൈനി സുൽബി, സുൽബിനിടയിൽ നിന്നും, സുൽബ് പറഞ്ഞ നട്ടലാണ്, സുൽബിനിടയിൽ നിന്നും തറായിബിനിടയിൽ നിന്നും. തറായിബ് എന്ന് പറഞ്ഞാൽ അത് നെഞ്ചിന്റെ ഭാഗമാണ്. ഒരാൾ മാല ഇട്ടാൽ ആ മാല എവിടെയാണ് വന്ന് നിൽക്കുക, ആ ഭാഗത്താണ് തറായിബ് എന്ന് പറയുക. സുൽബിനും തറായിബിനും ഇടയിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. സഹാബത്ത് ആയത്തിന് വിശദീകരിച്ചത് എന്താണ്? സുൽബുർ റജുൽ വതറായിബുൽ മർഅ. പുരുഷന്റേത് ആണ് സുൽബ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം. പുരുഷന്റെ ദ്രാവകം അത് വരുന്നത് നട്ടലിനിടയിൽ നിന്നാണ്. സ്ത്രീയുടേത് വരുന്നത് അത് നെഞ്ചിന്റെ ഭാഗത്ത് നിന്നാണ്. ഇത് രണ്ടു കൂടി ചേർന്നിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത്. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ പടക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടിനോട് സാദൃശ്യം. ചിലപ്പോൾ ചില ആളുകൾക്ക് സാദൃശ്യം കൂടുതൽ ഉമ്മയോടായിരിക്കും, ചില ആൾക്ക് കൂടുതൽ ഉപ്പയോടായിരിക്കും. ചില ആളുകൾക്ക് കാണാം അവരുടെ സാദൃശ്യം കൂടുതൽ ആരോടാ? ഉമ്മാന്റെ സഹോദരന്മാർ, അവരുടെ കാരണവരെപ്പോലെ. അതേപോലെ അങ്ങനെ ഉണ്ടാവും. ഉപ്പയോട് ഉപ്പാന്റെ സഹോദരന്മാരോടും സാദൃശ്യം ഉണ്ടാവും, സ്വാഭാവികമാണ്. ചിലപ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളിൽ സാദൃശ്യം വരാറുണ്ട്. ചില ആളുകളുടെ ഇരുത്തം അത് പരപ്പലാവും. വായന, പുസ്തകം എടുത്ത് വായിക്കുന്നത് പോലും ചില ആളുകൾ, ചില സഹോദരങ്ങൾ നോക്കുക, ഒരാളെങ്ങനെയാണ് പുസ്തകം എടുത്ത് വായിക്കുന്നത് അതേ ശൈലിയിൽ അത് പിടിക്കലും അത് നോക്കലും വായിക്കലും വരെ സാദൃശ്യപ്പെടുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ, ഉസാമത്ത് ബിൻ സെയ്ദ്. സെയ്ദിന്റെ മകനാണ് ഉസാമ. രണ്ടുപേരും ഒരിക്കൽ കിടക്കുകയായിരുന്നു മൂടിപ്പതിച്ചിട്ട്. രണ്ടാളെയും കാലുകൾ മാത്രം പുറത്താണ്. അപ്പോ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അയാൾ ഇങ്ങനത്തെ ഒക്കെ കണ്ടു പറയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കയ്യോക്കി പറയുന്ന ജ്യോത്സ്യന്മാരെ പോലത്തെ അങ്ങനത്തെ ശൈത്താന്മാരല്ല, മറിച്ച് ഇങ്ങനെയുള്ള ചില ലാഹിറായ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കഴിവുള്ള ചില ആളുകളുണ്ടാവും. ഒരാളുടെ കാലിന് വിരലുണ്ടാ പിന്നെ അയാളെ എവിടുന്ന് കണ്ടാലും അത് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് അള്ളാഹു കൊടുത്ത ചില കഴിവുകളാണ്, അതിലൊന്നും അത്ഭുതമൊന്നുമില്ല, അത് കഴിവ് മാത്രം. അപ്പൊ ഒരാൾ അവിടത്തേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കെ പറഞ്ഞു, ഇന്ന ഹഉലാഇൽ അഖ്ദാം ബഅദുഹാ മിൻ ബഅദ്. ഇയാള് കണ്ടിട്ടില്ല, സെയ്ദിനെയും ഉസാമയെയും കണ്ടിട്ടില്ല, ഇവരാരാന്നറിയില്ല. പക്ഷെ കിടക്കുന്ന രണ്ട് കാലുകൾ മാത്രം കണ്ടപ്പോ മുടി പതിച്ച് കിടക്കുമ്പോ രണ്ടാളുടെ കാല് പുറത്തായിരുന്നു. അപ്പൊ പറഞ്ഞു, ഈ കാല് ചിലതിൽ നിന്നാണ്, പറഞ്ഞാൽ പഞ്ചു മാണ്ടി കാലാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് നബി സന്തോഷിച്ചു എന്നാണ്. റസൂലുള്ളാഹിക്ക് അത് കേട്ടപ്പോ സന്തോഷം തോന്നി എന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാദൃശ്യം ഉണ്ടാകാനുള്ള കാരണം ഇതുകൂടിയാണ്. ഇങ്ങനെ രണ്ടുപേരുടെയും മായിൽ നിന്നാണ് മനുഷ്യനുണ്ടാകുന്നത്, ഉപ്പാന്റെയും ഉമ്മാന്റെയും മായിൽ നിന്ന്. ഇത് ചില ആളുകൾക്ക് അറിയുകയില്ല. ആളുകൾ വിചാരിക്കുന്നത് പുരുഷന്റെ മാത്രം മായിൽ നിന്നാണ് ആളുകൾ ജനിക്കുന്നത് എന്നാണ്. അങ്ങനല്ല, സ്ത്രീയുടേതും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ സ്വപ്നത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ എന്താണ് നമുക്ക് കുളിക്കാനുള്ള മാനദണ്ഡം? എണീറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അടയാളം കാണുക എന്നതാണ്. അങ്ങനെ കണ്ടാൽ കുളി നിർബന്ധമായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.